ഓസ്ട്രേലിയക്കെതിരായ തീപാറിയ T20 പരമ്പരയിലെ മികച്ച പ്രകടനത്തിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനമായ യുവതാരം അഭിഷേക് ശർമ്മ പ്ലെയർ ഓഫ് ദി സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്രിസ്ബെയിനിൽ നടക്കേണ്ടിരുന്ന പരമ്പരയിലെ അവസാന മത്സരം മഴ കാരണം ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും ഇന്ത്യ 2-1 നിലയിൽ പരമ്പര സ്വന്തമാക്കി അഭിമാനത്തോടെ മടങ്ങി. അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ ബാറ്റിംഗ് ആണ് ഈ പരമ്പര വിജയത്തിൽ നിർണായകമായത്. പരമ്പരയിലെ ആദ്യ മത്സരവും മഴ കാരണം ഉപേക്ഷിച്ചെങ്കിലും ശേഷിച്ച മത്സരങ്ങളിൽ ഇന്ത്യൻ യുവനിര കാഴ്ചവെച്ച പോരാട്ടവീര്യം ശ്രദ്ധേയമായിരുന്നു. അവസാന മത്സരം മഴ കാരണം നിർത്തിവെക്കുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 4.5 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 52 റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു. മഴ കളി തടസ്സപ്പെടുത്തുമ്പോൾ അഭിഷേക് ശർമ്മ 13 പന്തിൽ നിന്ന് ഒരു 4-ഉം ഒരു 6-ഉം ഉൾപ്പെടെ 23 റൺസ് നേടി പുറത്താകാതെ നിന്നു. മറുവശത്ത് ഓപ്പണിംഗ് പങ്കാളിയായ ശുഭ്മാൻ ഗിൽ 16 പന്തിൽ നിന്ന് 6 ബൗണ്ടറികൾ ഉൾപ്പെടെ 29 റൺസ് നേടി ആക്രമണോത്സുകമായ പ്രകടനം കാഴ്ചവെച്ചു. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിന്ന് യുവതാരം അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് കണക്കുകൾ തിളക്കമാർന്നതായിരുന്നു. 40.75 ശരാശരിയിൽ 163 റൺസാണ് അദ്ദേഹം ആകെ നേടിയത്. 18 ബൗണ്ടറികളും 6 സിക്സറുകളും ഉൾപ്പെടെ 163.38 എന്ന ഉയർന്ന സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം റൺസ് വാരിക്കൂട്ടിയത്. ഈ സ്ഥിരതയാർന്നതും ആക്രമണോത്സുകവുമായ പ്രകടനമാണ് താരത്തെ പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. പുരസ്കാരം സ്വീകരിച്ച ശേഷം സംസാരിച്ച അഭിഷേക് ശർമ്മ തന്റെ ആവേശം മറച്ചുവെച്ചില്ല. ഈ പര്യടനത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പരമ്പര സ്ഥിരീകരിച്ചപ്പോൾ ആവേശഭരിതനായി അദ്ദേഹം പറഞ്ഞു. ഓസ്ട്രേലിയയിലെ പിച്ചുകൾ ബാറ്റിംഗിന് ഏറെ അനുകൂലമാണെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ വലിയ സ്കോറുകൾ നേടാമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ സ്കോറുകൾ നേടാമായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു, പക്ഷേ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരമ്പരയിലെ വിജയത്തിൽ അഭിഷേക് ടീമിനൊപ്പം സന്തോഷം പങ്കുവച്ചു. ഓസ്ട്രേലിയൻ പേസ് നിരയിലെ കരുത്തനായ ജോഷ് ഹേസൽവുഡുമായുള്ള തന്റെ പോരാട്ടങ്ങളെ അദ്ദേഹം അനുഭവിച്ചതിനെ കുറിച്ചും സംസാരിച്ചു. ഹേസൽവുഡ് നന്നായി പന്തെറിഞ്ഞു, അദ്ദേഹവുമായുള്ള എന്റെ പോരാട്ടങ്ങൾ ഞാൻ ആസ്വദിച്ചു, അഭിഷേക് ശർമ്മ പറഞ്ഞു. മികച്ച ബൗളർമാർക്കെതിരെ കളിക്കുന്നതിലൂടെയാണ് ഒരു ബാറ്റ്സ്മാന്റെ മികവ് വർദ്ധിക്കുന്നത് എന്ന കാഴ്ചപ്പാടും അദ്ദേഹം പങ്കുവച്ചു. അദ്ദേഹത്തെ പോലുള്ള ബൗളർമാർക്ക് വേണ്ടി ഞാൻ പരിശീലിച്ചു, കാരണം അങ്ങനെയാണ് മികവ് വർദ്ധിക്കുന്നത്, അഭിഷേക് വ്യക്തമാക്കി. ലോകോത്തര ബൗളർമാർക്കെതിരെ കളിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവം കളിയുടെ നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന ആത്മവിശ്വാസം താരത്തിനുണ്ടായിരുന്നു. തന്റെ മികച്ച പ്രകടനത്തിന് പിന്നിലെ പ്രധാന കാരണം ക്യാപ്റ്റനും പരിശീലകനും നൽകിയ പിന്തുണയാണെന്നും അഭിഷേക് ശർമ്മ എടുത്തു പറഞ്ഞു. എന്റെ ക്യാപ്റ്റനും പരിശീലകനും എന്നോട് സ്വതന്ത്രമായി കളിക്കാനും പോസിറ്റീവായി ആരംഭിക്കാനും പറഞ്ഞിട്ടുണ്ട്. അവർ എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകി, അദ്ദേഹം പറഞ്ഞു. ടീം മാനേജ്മെന്റ് നൽകിയ ഈ സ്വാതന്ത്ര്യവും വിശ്വാസമാണ് സമ്മർദ്ദമില്ലാതെ കളിക്കാനും തന്റെ സ്വാഭാവിക ശൈലിയിൽ റൺസ് നേടാനും താരത്തെ സഹായിച്ചത്. യുവ കളിക്കാർക്ക് ആത്മവിശ്വാസം നൽകുന്നതിൽ ടീം നേതൃത്വത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ഓസ്ട്രേലിയൻ പരമ്പരയിലെ വിജയത്തിന് ശേഷം അഭിഷേക് ശർമ്മയുടെ അടുത്ത ലക്ഷ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വേദിയാണ്. T20 ലോകകപ്പ് പോലുള്ള ഒരു വലിയ ടൂർണമെന്റിൽ കളിക്കാൻ കഴിഞ്ഞാൽ അതൊരു സ്വപ്ന സാക്ഷാത്കാരമായിരിക്കാം. അദ്ദേഹം തന്റെ മോഹം വെളിപ്പെടുത്തി. വരാനിരിക്കുന്ന T20 ലോകകപ്പ് സ്ക്വാഡിൽ ഇടം നേടാൻ പരമ്പരയിലെ പ്രകടനം താരത്തിന് കൂടുതൽ സാധ്യത നൽകുന്നുണ്ട്. സമയം വരുമ്പോൾ ഞാൻ തയ്യാറാകുമെന്ന് ഉറപ്പാക്കും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര തലത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ഇനിയും കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ടെന്ന ബോധ്യം താരത്തിനുണ്ട്. അഭിഷേക് ശർമ്മയെ പോലുള്ള യുവതാരങ്ങളുടെ ഉദയം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് ശുഭസൂചന നൽകുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പരിചയസമ്പന്നരായ താരങ്ങൾക്കൊപ്പം യുവരത്നങ്ങൾ മികവ് തെളിയിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും. ബാറ്റിംഗിലെ വേഗവും സ്ഥിരതയും യുവതാരങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ മികച്ച പ്രകടനത്തിലേക്ക് വഴി തുറക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അഭിഷേക് ശർമ്മയുടെ ഈ പരമ്പര വിജയം.